ഒരു സ്റ്റീൽ കഷ്ണമെടുത്ത് വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് നമുക്കറിയാം. എന്നാൽ 2.5 കോടി കിലോഗ്രാമോളം ഭാരമുള്ള സ്റ്റീലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന കപ്പലുകൾ കടലിലൂടെ എങ്ങനെയാണ് മുങ്ങാതെ സഞ്ചരിക്കുന്നതെന്നും ആ സമയങ്ങളിൽ വലിയ തിരമാലകളും കൊടുങ്കാറ്റുകളും വന്നാൽ പോലും ആ കപ്പലുകൾ മുങ്ങിപ്പോകാതെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള കപ്പലിൻ്റെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഒരു കാർഗോ ഷിപ്പിൻ്റെ താഴേക്ക് ശ്രദ്ധിച്ചാൽ കപ്പലിൻ്റെ ഹള്ള്, അതായത് പുറം ഭാഗം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു നേർ രേഖയിലല്ല എന്ന് മനസ്സിലാകും. അത് മുകളിലേക്ക് വരും തോറും പുറത്തേക്ക് വളഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഫ്ലെയർ അഥവാ വളവ് വെറുതെ ഒരു ഭംഗിക്ക് ഉണ്ടാക്കിയതല്ല. അത് ഒരേ സമയം വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു വലിയ തിരമാല വന്ന് കപ്പലിൻ്റെ ബോയിൽ, അതായത് മുൻഭാഗത്ത് ഇടിക്കുമ്പോൾ ഈ വളഞ്ഞ ഭാഗം ആ ആഘാതത്തെ പുറത്തേക്കും മുകളിലേക്കും തള്ളിവിടും. അതേസമയം തന്നെ ഈ ഫ്ലെയർ കപ്പലിന് ഒരു റിസർവ് ബോയൻസി നൽകുന്നുണ്ട്. അതായത് കപ്പലിന് അധികമായി പൊങ്ങിക്കിടക്കാനുള്ള ഒരു ശേഷിയാണിത്. ഇതുകൊണ്ട് തന്നെയാണ് കപ്പലുകൾക്ക് ഒരു ഷിയർ നൽകിയിരിക്കുന്നത്. കപ്പലുകളുടെ ഡിസൈനിൽ മുന്നിലും പിന്നിലും നൽകിയിരിക്കുന്ന ചെറിയൊരു ഉയർച്ചയെയാണ് ഷിയർ എന്ന് പറയുന്നത്. വെള്ളം ഉള്ളിലേക്ക് കയറാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഡെക്ക് ഉയർത്തി നിർത്തി ഫ്രീബോർഡ് കൂട്ടാനാണ് ഇത് സഹായിക്കുന്നത്. ഫ്രീബോർഡ് എന്നാൽ വെള്ളത്തിന് മുകളിലുള്ള കപ്പലിൻ്റെ ഉയരമാണ്. ഇതുപോലെ വെള്ളത്തിനടിയിൽ കാണുന്ന മറ്റൊരു പ്രധാന ഡിസൈനാണ് ബൾബസ് ബോ. വലിയ കാർഗോ ഷിപ്പുകളുടെ മുൻഭാഗത്ത് വെള്ളത്തിനടിയിലായി മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു റൗണ്ട് ഷേപ്പാണിത്. കാണുമ്പോൾ ഇത് കപ്പലിൻ്റെ സ്പീഡ് കുറക്കുമെന്ന് തോന്നിയേക്കാം. പക്ഷേ കപ്പലിൻ്റെ മുൻഭാഗം ഉണ്ടാക്കുന്ന വേവുകളെ ഇല്ലാതാക്കാൻ സ്വന്തമായി മറ്റൊരു കൗണ്ടർ വേവ് ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് കപ്പലിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഭാരമേറിയ മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ കടലിൽ മുങ്ങാതെ ഇരിക്കുന്നത് എന്ന് നോക്കാം. കപ്പലുകൾ പ്രധാനമായും മറൈൻ ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കപ്പലിൻ്റെ പ്രവർത്തനം ഫിസിക്സിന് നിരക്കാത്ത ഒന്നായി നമുക്ക് തോന്നും. കാരണം സ്റ്റീൽ തനിയെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഒരു സോളിഡ് സ്റ്റീൽ കഷ്ണത്തിന് വെള്ളത്തേക്കാൾ 7-8 ഇരട്ടി ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അതൊരു കടലിലിട്ടാൽ നേരെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ 1,00,000 ടൺ വെയിറ്റുള്ള ഒരു ഷിപ്പ് എങ്ങനെയാണ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നത്? കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്റ്റീൽ ഹള്ള് ഒരു സോളിഡ് കഷ്ണമല്ല. അതിനുള്ളിൽ എയർ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഉള്ളിൽ വായു നിറച്ച ഒരു പൊള്ളയായ ഷെൽ പോലെയാണ് അത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഷെല്ല് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ അത് അവിടെയുള്ള വെള്ളത്തെ പുഷ് ചെയ്ത് മാറ്റും. ആ വെള്ളം വെറുതെ മാറിക്കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അത് തിരിച്ച് പുഷ് ചെയ്യും. ഈ പുഷ് ബാക്കിനെയാണ് ബോയൻസി എന്ന് വിളിക്കുന്നത്. ഈ ഷെൽ എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് വെള്ളം അതിനെ കൂടുതൽ ശക്തിയായി തിരിച്ച് പുഷ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് കപ്പൽ ഫ്ലോട്ട് ചെയ്യുന്നതും. 1,00,000 ടൺ വെസലിന് വെള്ളത്തിന് മുകളിൽ നിൽക്കണമെങ്കിൽ അത്രയും തന്നെ വെയിറ്റുള്ള വെള്ളം തള്ളി മാറ്റേണ്ടതുണ്ട്. കപ്പലിൻ്റെ ഡെക്ക് വെള്ളത്തിനടിയിൽ പോകുന്നതിന് മുൻപ് തന്നെ കൃത്യമായി അത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്യാൻ പാകത്തിനാണ് നേവൽ ആർക്കിടെക്റ്റുകൾ ഹള്ളിന് വീതിയും നീളവും ആഴവും നൽകി ഡിസൈൻ ചെയ്യുന്നത്. ഒരു കൊടുങ്കാറ്റിൽ ഈ ബാലൻസ് നിരന്തരം ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തിരമാലകൾ ഡെക്കിന് മുകളിലൂടെ ക്രാഷ് ചെയ്ത് കയറി ആയിരക്കണക്കിന് ഗാലൻ വെള്ളം കപ്പലിനുള്ളിലേക്ക് തള്ളും. ആ വെള്ളം വെയിറ്റ് കൂട്ടും. കപ്പൽ ചെറുതായി താഴേക്ക് മുങ്ങും. പക്ഷേ താഴേക്ക് മുങ്ങുമ്പോൾ ഹള്ള് കൂടുതൽ വെള്ളം തള്ളി മാറ്റാൻ തുടങ്ങും. അത് വീണ്ടും മുകളിലേക്ക് വലിയൊരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ കപ്പൽ ഒരു പുതിയ ബാലൻസ് പോയിന്റ് കണ്ടെത്തും. കപ്പലിൻ്റെ റെയിലുകളിലുള്ള സ്കപ്പേഴ്സ് വഴിയും വശങ്ങളിലുള്ള ഫ്രീയിങ് പോർട്സ് വഴിയും ഈ വെള്ളം ഡെക്കിൽ നിന്ന് പുറത്തേക്ക് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വെള്ളം പോകുന്നിടത്തോളം കാലം കപ്പൽ വീണ്ടും മുകളിലേക്ക് തന്നെ ഉയരും. കപ്പലുകൾ എന്ന് പറഞ്ഞാൽ റോൾ ചെയ്യാൻ, അതായത് വശങ്ങളിലേക്ക് ആടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു കൊടുങ്കാറ്റിൽ നോക്കിയാൽ കപ്പൽ 30-40 ചിലപ്പോൾ 50 ഡിഗ്രി വരെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. എന്നാൽ ഇപ്പോൾ മറിഞ്ഞു പോകുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും മിക്കവാറും സമയത്തും എല്ലാ തവണയും അത് നേരെ തിരിച്ചു വരും. അത് ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതല്ല. കപ്പലിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ കെയർഫുള്ളായി ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വലിയ ഹെവി മെഷീനറികൾ, എഞ്ചിനുകൾ, ജനറേറ്ററുകൾ, ഫ്യുവൽ ടാങ്കുകൾ, ബല്ലാസ്റ്റ് വാട്ടർ, കാർഗോ എന്നിവയെല്ലാം കപ്പലിൻ്റെ ഹള്ളിൻ്റെ ഏറ്റവും താഴെയാണ് വെച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള ഡെക്കുകൾ ഇതിനെ അപേക്ഷിച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇവിടെ ബ്രിഡ്ജ് എക്യുപ്മെൻറ്റുകളും ക്രൂ താമസിക്കുന്ന മുറികളും വെന്റിലേഷൻ സിസ്റ്റവും ഒക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കപ്പലിൻ്റെ അടിഭാഗം കനമുള്ളതും മുകൾ ഭാഗം ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ ബാത്ത് ടബിൽ പകുതി വെള്ളം നിറച്ച ഒരു വാട്ടർ ബോട്ടിൽ ഫ്ലോട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വേവ് വന്ന് ഹള്ളിനെ സൈഡിലേക്ക് പുഷ് ചെയ്യുമ്പോൾ അടിയിലുള്ള ആ ഹെവി ഭാഗം എപ്പോഴും താഴെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. കപ്പൽ എത്രത്തോളം ചെരിഞ്ഞു പോകുന്നോ അത്രത്തോളം ശക്തമായി ഗ്രാവിറ്റി ആ വെയിറ്റിനെ വീണ്ടും സെൻറ്ററിലേക്ക് വലിച്ചെത്തിക്കും. ഈ സെൽഫ് കറക്റ്റിംഗ് ഫോഴ്സിന് ഒരു പേരുണ്ട്, റൈറ്റിംഗ് മൊമെൻറ്റ്.
കപ്പലിനെ വീണ്ടും നേരെ നിവർത്തുന്ന ഒരു ടേണിംഗ് ഫോഴ്സാണിത്. കപ്പൽ എത്രത്തോളം ചെരിയുന്നോ അത്രത്തോളം ഈ ഫോഴ്സ് സ്ട്രോങ് ആകും. കപ്പലിനെ 20 ഡിഗ്രി പുഷ് ചെയ്താൽ അത് അതുപോലെ തിരിച്ച് പുഷ് ചെയ്യും. 40 ഡിഗ്രിയിലേക്ക് പുഷ് ചെയ്താൽ അത് അതിലും ശക്തമായി തിരിച്ച് പുഷ് ചെയ്യും. നേവൽ ആർക്കിടെക്റ്റുകൾ ഇത് മെഷർ ചെയ്യുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഉപയോഗിച്ചാണ്. അതായത് കപ്പലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും തമ്മിൽ എത്രത്തോളം അകലത്തിലാണ് ഉള്ളത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഉണ്ടെങ്കിൽ കപ്പൽ വളരെ ക്വിക്കായും സ്ട്രോങ് ആയും നിവർന്നു നിൽക്കും. കപ്പൽ പെട്ടെന്ന് നിവരുമെങ്കിലും വശങ്ങളിലേക്ക് റോൾ ചെയ്യുന്നത് വളരെ ഷാർപ്പായിരിക്കും. എന്നാൽ ഒരു ലോ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണെങ്കിൽ കപ്പലിൻ്റെ മൂവ്മെൻറ്റ് വളരെ പതുക്കെയായിരിക്കും. ഇത് ക്രൂവിനും കാർഗോയ്ക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർജിൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വെള്ളം കപ്പലിൻ്റെ അകത്തു കയറി അവിടെ തന്നെ നിന്നാൽ കപ്പലിൻ്റെ ബാലൻസ് അപ്പാടെ മാറും. അങ്ങനെ അകത്തു കുടുങ്ങുന്ന വെള്ളം കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് വെയിറ്റ് കൂട്ടുകയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യും. അതോടെ റൈറ്റിംഗ് മൊമെൻറ്റ് വീക്കാകും. എങ്കിലും ഹള്ളെന്ന് പറയുന്നത് വെറുതെ അടികൊണ്ട് അങ്ങനെ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് യഥാർത്ഥത്തിൽ വളയുന്നുണ്ട്. വലിയ തിരമാലകൾക്കിടയിലൂടെ ഒരു കപ്പൽ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കപ്പലിൻ്റെ ഹള്ളിൻ്റെ നടുഭാഗത്ത് ഒരു വേവ് ക്രസ്റ്റ്, അതായത് തിരമാലയുടെ മുകൾ ഭാഗം വന്നു നിൽക്കുമ്പോൾ കപ്പലിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഇരുവശത്തുള്ള താഴ്ന്ന ഭാഗങ്ങളിൽ തൂങ്ങി നിൽക്കുകയായിരിക്കും. അപ്പോൾ നടുഭാഗം മുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുകയും അറ്റങ്ങൾ താഴേക്ക് തൂങ്ങുകയും ചെയ്യും. നേവൽ ആർക്കിടെക്റ്റുകൾ ഇതിനെ ഹോഗിംഗ് എന്ന് വിളിക്കുന്നു. കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ വേവ് മുന്നോട്ട് നീങ്ങും. ഇപ്പോൾ തിരമാലയുടെ മുകൾ ഭാഗം മുൻഭാഗത്തിനും ഭാഗത്തിനും അടിയിലായിരിക്കും വരിക. താഴ്ന്ന ഭാഗം നടുവിലുമായിരിക്കും. അപ്പോൾ അറ്റങ്ങൾ മുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുകയും നടുഭാഗം താഴേക്ക് കുഴിയുകയും ചെയ്യും. കപ്പൽ നേരെ തിരിച്ച് ബെൻഡ് ചെയ്യും. ഇതിനെയാണ് സാഗിങ് എന്ന് പറയുന്നത്. ഈ സൈക്കിളുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കടന്നു പോകുന്ന ഓരോ വേവും കപ്പലിനെ ഒരു വശത്തേക്കും പിന്നീട് മറുവശത്തേക്കും ബെൻഡ് ചെയ്യിപ്പിക്കും. ഇത്തരത്തിലുള്ള വലിയ തിരമാലകളിൽ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് തവണ കപ്പൽ ഇങ്ങനെ വളഞ്ഞു നിവരാറുണ്ട്. ഹള്ളിനുള്ളിൽ കപ്പലിന് മറ്റൊരു ലെയർ പ്രൊട്ടക്ഷൻ കൂടിയുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതിനെയാണ് കമ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഉൾഭാഗം എന്ന് പറയുന്നത് ഒരൊറ്റ വലിയ പെട്ടിയല്ല, അത് വാട്ടർ ടൈറ്റായ ബൾക്ക് ഹെഡ്സ് ഉപയോഗിച്ച് തിരിച്ചിരിക്കുകയാണ്. അതായത് കപ്പലിൻ്റെ അടിത്തട്ട് മുതൽ ഡെക്ക് വരെ നീളുന്ന വലിയൊരു സ്റ്റീൽ ചുവരുകളാണവ. കപ്പലിൻ്റെ പുറംഭാഗം എവിടെയെങ്കിലും ഒരു തുള വീണ് വെള്ളം കയറിയാൽ ആ ബൾക്ക് ഹെഡ്സ് ആ വെള്ളത്തെ അവിടെ തന്നെ തടഞ്ഞു നിർത്തും. ആ ഒരു അറ മാത്രം ഫില്ലാകും. ബാക്കിയുള്ളവയെല്ലാം ഒട്ടും വെള്ളം കയറാതെ സുരക്ഷിതമായിരിക്കും. ഇൻ്റർനാഷണൽ സേഫ്റ്റി റൂളുകൾ അനുസരിച്ച് ഷിപ്പുകളുടെ സൈസും ടൈപ്പും നോക്കി അടുത്തടുത്തുള്ള ഒന്നോ അതിലധികമോ കമ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളം നിറഞ്ഞാലും കപ്പൽ മുങ്ങിപ്പോകാതെ വെള്ളത്തിൽ തന്നെ കിടക്കത്തക്ക രീതിയിലാണ് ഇവ ഡിസൈൻ ചെയ്യുന്നത്. ഈ ബൾക്ക് ഹെഡ്സ് വെള്ളത്തെ ശക്തമായി പ്രതിരോധിക്കും. കപ്പലുകൾ ഇടിക്കുകയോ അല്ലെങ്കിൽ അടിത്തട്ടിൽ പാറകളിൽ പോയി ഇടിക്കുകയോ ചെയ്യുമ്പോൾ രക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ്. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ആ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കും. കപ്പലുകൾ കൊടുങ്കാറ്റിൽപ്പെടാതെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിൽ അതിലെ ജീവനക്കാരുടെ പങ്കും വളരെ വലുതാണ്. കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്രൂ ഇതിനായുള്ള മുൻകരുതലുകൾ എടുത്തു തുടങ്ങും. വെതർ റൂട്ടിംഗ് സർവീസുകൾ കടലിലെ കൊടുങ്കാറ്റുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ഫോർകാസ്റ്റുകൾ വഴി കപ്പലിലേക്ക് സുരക്ഷിതമായ മറ്റ് വഴികൾ നിർദ്ദേശിക്കുകയും ചെയ്യും. ക്യാപ്റ്റൻ ഈ ഡാറ്റ കൃത്യമായി പഠിച്ച ശേഷമാണ് യാത്രയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത്. കൊടുങ്കാറ്റിന് മുന്നിലൂടെ യാത്ര തുടരണമോ വഴിമാറി ചുറ്റിപ്പോകണമോ അതോ പോർട്ടിൽ കാത്തുകിടക്കണമോ എന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കുന്നു. യാത്ര 2 ദിവസം വൈകിയാലും കൊടുങ്കാറ്റിൽപ്പെടാതെ ജീവനക്കാരെയും കപ്പലിനെയും സുരക്ഷിതമായി എത്തിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. കൊടുങ്കാറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കണ്ടെയ്നർ ഷിപ്പുകളിൽ കണ്ടെയ്നറുകളെ പരസ്പരം ട്വിസ്റ്റ് ലോക്കുകൾ ഉപയോഗിച്ചും ഡെക്കിലേക്ക് സ്റ്റീൽ റോഡുകൾ വഴി ടൈറ്റ് ചെയ്തുമാണ് ഉറപ്പിച്ച് നിർത്തുന്നത്. ഒരു കെട്ട് അയനാൽ പോലും അത് അടുത്തതിനെ തള്ളി വലിയൊരു നിര തന്നെ കടലിലേക്ക് വീഴാൻ കാരണമാകും. ഇത്തരത്തിൽ പെട്ടെന്ന് ഭാരം ഒരു വശത്തേക്ക് ചെരിഞ്ഞാൽ കപ്പലിൻ്റെ ബാലൻസ് തെറ്റി അത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ജീവനക്കാർ ഓരോ വാതിലുകളും ഹാച്ചുകളും മെറ്റൽ ക്ലാമ്പുകൾ ഉപയോഗിച്ച് ടൈറ്റായി അടച്ചുപൂട്ടുകയും വെന്റുകൾ സീൽ ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കപ്പൽ ശക്തമായി ആടുമ്പോൾ തെറിച്ചുപോയി അപകടമുണ്ടാക്കാതിരിക്കാൻ ചെറിയ ടൂളുകളും ഫർണിച്ചറുകളും മുതൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ വരെ കെട്ടിവെച്ച് മാസ്റ്റർ ലിസ്റ്റ് പ്രകാരം കപ്പലിലെ ഓരോ മുറിയും അവർ സിസ്റ്റമാറ്റിക്കായി സുരക്ഷിതമാക്കാറുണ്ട്.
കപ്പലുകൾ തകരാതിരിക്കാൻ നിരവധി മുൻകരുതലുകൾ എടുക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില വലിയ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ അടുത്തിടെ 2015 സെപ്റ്റംബർ 29 ഫ്ലോറിഡയിൽ നിന്ന് പുറപ്പെട്ട 40 വർഷം പഴക്കമുള്ള എൽഫാരോ എന്ന കാർഗോ ഷിപ്പിന്റെ തകർച്ച ഇതിനൊരു ഉദാഹരണമാണ്. യാത്ര തിരിക്കുമ്പോൾ വാക്വിൻ എന്ന സാധാരണ കൊടുങ്കാറ്റ് മാത്രമായിരുന്നത് അപ്രതീക്ഷിതമായി വഴിമാറി എൽഫാരോ പോകുന്ന ദിശയിലേക്ക് വരികയും മണിക്കൂറിൽ 100 മൈലിലധികം വേഗതയുള്ള ശക്തമായ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തു. സാറ്റലൈറ്റിലെ പുതിയ വിവരങ്ങൾ പരിശോധിച്ച് സമയം വൈകുന്നതിന് മുൻപ് റൂട്ട് മാറ്റാൻ ശ്രദ്ധിക്കാതിരുന്നതും കപ്പൽ പഴക്കമുള്ളതായിരുന്നു എന്ന ജീവനക്കാരുടെ ആശങ്കയും ക്യാപ്റ്റൻ അവഗണിക്കുകയായിരുന്നു അത്രേ. അതിരാവിലെ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും അപകടകാരിയായ ഐവാളിൽ കപ്പൽ അകപ്പെട്ടു. വലിയ തിരമാലകളിൽപ്പെട്ട് ഒരു ഹാച്ച് തകരുകയോ തുറന്നു പോവുകയോ ചെയ്തതോടെ ഉള്ളിലേക്ക് വെള്ളം കയറി കപ്പൽ വശങ്ങളിലേക്ക് ചെരിഞ്ഞു. പിന്നാലെ എഞ്ചിൻ പവർ പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. നിയന്ത്രണം വിട്ട് തിരമാലകൾ നേരിട്ട് വശങ്ങളിലേക്ക് അടിക്കാൻ തുടങ്ങിയതോടെ ക്യാപ്റ്റൻ കപ്പൽ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ പഴയ മോഡൽ തുറന്ന ലൈഫ് ബോട്ടുകൾ മാത്രമുണ്ടായിരുന്ന കപ്പലിൽ നിന്ന് ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കപ്പൽ 15,000 അടി താഴ്ചയിലേക്ക് അങ്ങനെ മുങ്ങിപ്പോയി. പിന്നീട് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ച ബ്ലാക്ക് ബോക്സ് വഴി നടത്തിയ അന്വേഷണത്തിൽ ക്യാപ്റ്റന്റെയും കപ്പൽ കമ്പനികളുടെയും വലിയ വീഴ്ചകൾ പുറത്തുവന്നു. കാലഹരണപ്പെട്ട വെതർ ഡാറ്റ ഉപയോഗിച്ചതും പഴയ ലൈഫ് ബോട്ടുകൾ മാറ്റാതിരുന്നതും കമ്പനിക്ക് കൃത്യമായ സെക്യൂരിറ്റി പോളിസികൾ ഇല്ലാതിരുന്നതുമാണ് ഈ ദുരന്തത്തിന് കാരണമായത്. ഈ ദുരന്തത്തിൽ കപ്പലിലുണ്ടായിരുന്ന 33 പേരും മരണപ്പെടുകയായിരുന്നു. കൃത്യസമയത്ത് എടുക്കുന്ന ചെറിയൊരു തീരുമാനമോ മുന്നറിയിപ്പോ പോലും ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമായി മാറാമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും കപ്പൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.